ഐക്യരാഷ്ട്രസഭയുടെ പുതിയ പട്ടികയിൽ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തെ ഏറ്റവും വലിയ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയാണ്. ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയെ പിന്തള്ളിക്കൊണ്ടാണ് ജക്കാർത്ത ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്ക രണ്ടാം സ്ഥാനത്തും ടോക്കിയോ മൂന്നാം സ്ഥാനത്തുമാണ് ഈ പട്ടികയിൽ. ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയാണ് ഈ പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ളത്. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തെ ഏറ്റവും വലിയ 10 നഗരങ്ങളിൽ 9 എണ്ണവും ഏഷ്യൻ നഗരങ്ങളുമാണ്. വളരുന്ന നഗരങ്ങളുടെ വിശേഷങ്ങളും വെല്ലുവിളികളും പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1500 പേർ താമസിക്കുന്ന 1 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശങ്ങളുടെ തുടർച്ചയായ സംയോജനത്തിലൂടെ 1 സ്ക്വയർ കിലോമീറ്ററിൽ 50,000 പേർ താമസിക്കുന്ന പ്രദേശങ്ങളെയാണ് ഐക്യരാഷ്ട്രസഭ നഗരങ്ങളായി കണക്കാക്കുന്നത്. ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജക്കാർത്ത ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും. 41.09 ദശലക്ഷം ആളുകളാണ് നിലവിൽ ജക്കാർത്തയിൽ ജീവിക്കുന്നത്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയാണ് ഈ പട്ടികയിൽ രണ്ടാമത്. 36.6 ദശലക്ഷം പേരാണ് ധാക്കയിൽ താമസിക്കുന്നത്. 9ാം സ്ഥാനത്ത് നിന്നാണ് ധാക്ക 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. 2050 ആകുമ്പോഴേക്കും ധാക്ക ഈ പട്ടികയിൽ ഒന്നാമതെത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ടോക്കിയോയെ പിന്തള്ളിക്കൊണ്ടാണ് ജക്കാർത്തയും ധാക്കയും ഈ പട്ടികയിൽ മുന്നിലെത്തിയിരിക്കുന്നത്. ജനസംഖ്യയിൽ സ്ഥിരത നിലനിർത്തുന്ന ടോക്കിയോ 33.4 ദശലക്ഷം ജനസംഖ്യയുടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. മെഗാസിറ്റികൾ എന്നാണ് ഇത്തരം നഗരങ്ങളെ ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ UN മെഗാസിറ്റികൾ എന്ന് കണ്ടെത്തിയ ആദ്യ 33 നഗരങ്ങളിൽ 19 എണ്ണവും ഏഷ്യൻ രാജ്യങ്ങളിലെ നഗരങ്ങളാണ്. ഇതിൽ തന്നെ ആദ്യ 10ൽ 9 എണ്ണവും ഏഷ്യയിൽ നിന്നുള്ളവയുമാണ്. ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയാണ് ഈ പട്ടികയിൽ 4ാം സ്ഥാനത്ത്. 30.2 ദശലക്ഷമാണ് ഡൽഹിയിലെ ജനസംഖ്യ. ജക്കാർത്ത, ധാക്ക, ടോക്കിയോ, ന്യൂഡൽഹി എന്നിവയ്ക്ക് പുറമെ ചൈനയിലെ ഷാങ്ഹായ്, ഗ്വാങ്ഷു, ഫിലിപ്പീൻസ് നഗരമായ മനില, ഇന്ത്യൻ നഗരമായ കൊൽക്കത്ത, ദക്ഷിണ കൊറിയയിലെ സിയോൾ എന്നിവയാണ് ഈ പട്ടികയിലുള്ള മറ്റ് ഏഷ്യൻ നഗരങ്ങൾ. 32 ദശലക്ഷം ജനസംഖ്യയുള്ള ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോ മാത്രമാണ് ആദ്യ 10ൽ ഉൾപ്പെട്ട ഏഷ്യയ്ക്ക് പുറത്തുനിന്നുള്ള ഏക നഗരം. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ബ്രസീലിലെ സാവോ പോളോയാണ് ഏറ്റവും വലിയ നഗരം. 18.9 ദശലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. നൈജീരിയയിലെ ലാഗോസും ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. സബ് സഹാറൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ലാഗോസ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും തൊഴിലും തേടി ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുമുള്ള കുടിയേറ്റം വർദ്ധിക്കുന്നതാണ് നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു. കാലാവസ്ഥാ പ്രശ്നങ്ങളും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ധാക്കയിലെ ജനസംഖ്യ വർദ്ധിച്ചതിന് പിന്നിൽ മേൽപ്പറഞ്ഞ കാരണങ്ങളാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം സമുദ്ര ജലനിരപ്പ് ഉയർന്നതുൾപ്പെടെ ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ധാക്കയിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. സമുദ്ര ജലനിരപ്പ് ഉയരുന്നത് ജക്കാർത്തയെയും ബാധിച്ചിട്ടുണ്ട്. 2050 ആകുമ്പോഴേക്കും ജക്കാർത്ത നഗരത്തിന്റെ 1/4 ഭാഗം വെള്ളത്തിനടിയിലാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോഴേക്കും 10 ദശലക്ഷം അധികം ആളുകൾ ജക്കാർത്തയിലേക്ക് എത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ അപകടം മുന്നിൽ കണ്ട ഇന്തോനേഷ്യൻ സർക്കാർ പുതിയ തലസ്ഥാനം കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ തലസ്ഥാനത്ത് പാർലമെന്ററി കെട്ടിടങ്ങൾക്കും ഉദ്യോഗസ്ഥരുടെ താമസ സൗകര്യങ്ങൾക്കുമായിരിക്കും മുൻഗണന. ജക്കാർത്തയിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ വലിയ തോതിലുള്ള അസമത്വത്തിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. വിലക്കയറ്റവും ജീവിത ചെലവും വർദ്ധിക്കുന്നത് ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് 2025 ആദ്യത്തിൽ ജക്കാർത്തയിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗവും നഗരത്തിലെ ടാക്സി ഡ്രൈവർമാരും ഡെലിവറി ജീവനക്കാരുമായിരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും ജനസംഖ്യ വർദ്ധിക്കുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ 9 ദശലക്ഷം പേർ ടെഹ്റാനിൽ ജീവിക്കുന്നുണ്ട്. ജലക്ഷാമമാണ് ടെഹ്റാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഈ ജലക്ഷാമം രൂക്ഷമാകുന്നതിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തെ പ്രധാനപ്പെട്ട വിവിധ നഗരങ്ങളിലെ ജനസംഖ്യ ഓരോ വർഷം കൂടുന്തോറും വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം സംഭവിക്കാത്തതും വിഭവങ്ങൾ അപര്യാപ്തമാകുന്നതും നഗരങ്ങളിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഫലത്തിൽ മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് നഗരങ്ങളിലേക്ക് കുടിയേറിയവർ അവിടെയും ദുരിത ജീവിതം അനുഭവിക്കേണ്ട സ്ഥിതിയിലാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.